ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വീട്ടുകാരുടെ സമ്മതമൊന്നുമില്ലാതെ കണ്ണൂർ വരെ പോയതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഇത് അതിൻ്റെ ബാക്കി വീഡിയോ ആണേ. ബാക്കി വീഡിയോ ഒന്നും പറയാൻ പറ്റത്തില്ല. ആക്ച്വലി ഇത് ഞങ്ങൾ കണ്ണൂർ പോയതിന് ശേഷം ഏതൊക്കെ സ്ഥലങ്ങളിലാണ് കാണാൻ പോയത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. ആൻഡ് രണ്ട് വീഡിയോയും കൂടെ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കാണുന്ന നിങ്ങൾക്കും എഡിറ്റ് ചെയ്യുന്ന എനിക്കും വൻ ബോറാവുന്നുള്ളതുകൊണ്ടാണ് ഇതിങ്ങനെ രണ്ട് വീഡിയോ ഇട്ടിടുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനി നേരെ നമ്മുടെ ട്രാവൽ വ്ളോഗിലോട്ട് കിടക്കാം. അങ്ങനെ ഏതാണ്ട് ഒരു 10 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതിന് ശേഷം രാഗിലേട്ടനും വൈഫും പിന്നെ ഞാനും ചാർലിയും കൂടെ കാർ എടുത്തുകൊണ്ട് ഇറങ്ങി. ആൻഡ് ഇവർ കണ്ണൂരുകാരാണെങ്കിലും ഇവരും ഞങ്ങളെപ്പോലെ തന്നെ ആദ്യമായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ പോകാൻ പോകുന്ന സ്ഥലങ്ങളിലോട്ടൊക്കെ പോകുന്നത്. രാഗിലേട്ടൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് അധികം ദൂരം കിട്ടും ഞങ്ങളിപ്പോൾ പോകുന്ന സ്ഥലത്തോട്ട്. ആൻഡ് ആ ദിവസത്തെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല, നല്ല റൊമാൻറ്റിക് ക്ലൈമറ്റ് ആയിരുന്നു. അതായത് ഒട്ടും ചൂടുമില്ല, എന്നാൽ മഴയുമില്ല, എന്നൊരു മഴമൂട്ടമൊക്കെ ഉണ്ട്. അങ്ങനെ നല്ലൊരു അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് യാത്രയ്ക്കുള്ള ഒരു ഉന്മേഷം കൂടുതലായിരുന്നു. സാധാരണ വെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പൊതുവേ യാത്ര ചെയ്യാൻ കുറച്ച് ചടപ്പായിരിക്കുമല്ലോ, പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ആൻഡ് പോകുന്ന വഴിയൊക്കെ എന്ത് രസമാണെന്നറിയാവോ. ഒന്ന് നമ്മളൊരു മലമുകളിലോട്ടാണ് പോകുന്നത്, മാത്രമല്ല ചുറ്റും നല്ല പ്രകൃതി രമണീയമായ സ്ഥലം, അത്രയും അടിപൊളിയായിരുന്നേ. അങ്ങനെ നമ്മൾ ഏതാണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷനിലോട്ട് എത്താറായി. ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, പാലക്കയം തട്ടിലോട്ടാട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴത്തേക്കും ചെറുതായിട്ടൊരു ചാറലൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല താഴത്തോട്ട് നോക്കുമ്പോണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു. എന്താ പറയുക, ഇങ്ങനെ മഞ്ഞും അതേപോലെ മേഘങ്ങളൊക്കെ നമുക്ക് താഴെയാണ്, മലകളൊക്കെ നമുക്ക് താഴെ, നമ്മളാണ് മുകളിൽ. അയ്യോ, ഒരു രക്ഷയില്ല, എന്തൊരു നല്ല വ്യൂ ആണെന്ന് അറിയാം. നോക്കിയേ, നമുക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ അല്ല കേട്ടോ, നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. മാത്രമല്ല മേഘങ്ങളുടെ കളർ, അതായത് നല്ല മഴമൂട്ടുള്ളതുകൊണ്ട് തന്നെ ഒരു ബ്ലാക്ക് കളറാണ് മേഘങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അതേ നോക്കിയേ, നടുവിൽ ആ ഒരു വൈറ്റ് കളറ്, അടിയിൽ മല, അതിൻ്റെ മുകളിൽ നല്ല ബ്ലാക്ക് കളറ്, ഒരു രക്ഷയില്ല, ഭയങ്കര വ്യൂ ആയിരുന്നു കേട്ടോ. നമുക്ക് ശരിക്കും എന്താ പറയുക, അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. പ്രകൃതിക്ക് ഇത്രയും ഭംഗിയുണ്ടോ എന്ന് തോന്നിപ്പോകും, അത്രയും രസമായിരുന്നു. അതായത് താഴത്തൊക്കെ വെയിലുണ്ട്, അതുകൊണ്ടാണ് ആ ഭാഗത്തൊക്കെ ആ ഒരു ഗോൾഡൻ കളറിൽ കാണുന്നത്. അതിൻ്റെ മുകളിലോട്ട് ഭയങ്കര ഇരുട്ട് പോലെ മഞ്ഞ് മൂടിയിട്ടും മേഘങ്ങൾ മൂടിയിട്ടൊക്കെ. അപ്പോൾ നമ്മൾ പാലക്കയം തട്ടിലോട്ട് കയറുന്നതിന് മുന്നേ മനസ്സിലായി നമ്മൾ മുകളിലോട്ട് എത്തുന്നതിന് മുന്നേ ഗംഭീര മഴ പെയ്യാൻ പോകാന്ന് കേട്ടോ. ഞങ്ങളുടെ പ്രതീക്ഷ പോലെ തന്നെയായിരുന്നു. നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് മുകളിലോട്ട് കയറുമ്പോഴേക്കും നല്ല മഴയും പെയ്തു കേട്ടോ. നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ മഴ വരുന്നുണ്ട്, വേഗം നമുക്ക് എവിടെയെങ്കിലും നിൽക്കാൻ പാകത്തിന് കയറി പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ വേഗം ചാടി ഓടി കയറുന്നത്. ആൻഡ് ഇത് കൂടെ കയറുക എന്ന് പറയുന്നത് ഒട്ടും അൺസഹിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ്. കാലൊക്കെ അങ്ങ് വേദന എടുത്തിട്ട്, മാത്രമല്ല ഇതൊരു കല്ലും പാറയിൽ കൂടെ ഒക്കെ കയറില്ലേ, നോർമൽ ഒരു സ്റ്റെപ്പ് കൂടെ കയറുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് മര്യാദയ്ക്ക് കയറാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളൊരു കാൽ ഭാഗം കയറുമ്പോഴത്തേക്കും നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളൊരു ഷെഡിൽ ഞങ്ങൾ കയറി നിന്നു കേട്ടോ. ഇടയിലിടയിൽ ഇങ്ങനെ ഇരിക്കാനുള്ള ഷെഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗംഭീര മഴയായിരുന്നു. മഴ എന്നൊക്കെ പറഞ്ഞാൽ പോരാ, നല്ല കാറ്റും ഇതൊക്കെ ആയിട്ട്. ആൻഡ് ഈ മഴ പെയ്തപ്പോൾ മൊത്തം കോട ഇറങ്ങി, താഴത്തോട്ടൊന്നും കാണുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതേ നോക്കിയാൽ കോട ഇറങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ എന്തോ കത്തിച്ചിട്ട് പുക പോകത്തില്ലേ, അതേ കണക്ക് ഗംഭീര കോട. നമുക്ക് താഴത്തേക്ക് ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. നേരത്തെ നമ്മൾ കാണിച്ചു തന്ന ഭാഗമൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതൊക്കെ കംപ്ലീറ്റ് മൂടി, നമുക്ക് ഒന്നും കാണാത്ത അവസ്ഥയായിരുന്നു. ആൻഡ് മഴ മാറിയപ്പോൾ ഞങ്ങൾ വീണ്ടും മുകളിലോട്ട് കയറി. ഏറ്റവും മുകളിൽ എത്തിയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. ഈ ഒരു വ്യൂ കണ്ടപ്പോൾ നമ്മുടെ എല്ലാ ക്ഷീണവും മാറിക്കിട്ടി. കാരണം എന്താ പറയുക, നമ്മൾ അത്രയും നേരം വന്നതിന് ഒരു വാല്യൂ ഉണ്ട്. നമ്മൾ ഈ ഒരു കാഴ്ച കാണുമ്പോൾ നമുക്ക് അത്രയും നേരം ഉണ്ടായിരുന്ന കാലുകടച്ചിലും ക്ഷീണവും വെള്ളദാഹവും എല്ലാം മാറും. അത്രയും അടിപൊളിയായിരുന്നു കേട്ടോ. പാലക്കയം തട്ട് പോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനെയുള്ള സ്ഥലമാണെന്ന്. ഈ പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക്, അല്ലെങ്കിൽ ഇതുപോലുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ശരിക്കും പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് നടക്കാനുള്ള കുറച്ച് നിരപ്പായ സ്ഥലത്തൂടെയാണ്. ആൻഡ് ഇവിടെ ഒന്നും ആരും ഇല്ല കേട്ടോ. റെയറായിട്ട് 1-2 ഫാമിലീസ് ഉണ്ട് എന്നല്ലാതെ ഒരുപാട് തിരക്കോ കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ വലിയ പൊല്യൂഷനും ഇല്ല. നല്ല വൃത്തിയായിട്ടാണ് അവിടെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അവിടെ ഇവിടെ പ്ലാസ്റ്റിക് കുപ്പി ഇട്ടിട്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് വേസ്റ്റ് ഇട്ടിട്ടോ ഒന്നും പ്രകൃതിയെ മലിനാക്കിയിട്ടില്ല. ഞങ്ങൾ കയറി വന്ന സ്ഥലമല്ലേ, അത് ആക്ച്വലി സാധാരണ കുറച്ച് കാലുവേദനയൊക്കെയുള്ള ആൾക്കാർക്കൊക്കെ നടന്നു വരാൻ കുറച്ച് പാടായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ജീപ്പിൽ വന്ന് ഇറങ്ങാൻ പറ്റും കേട്ടോ. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഇതുവഴിയായിരിക്കും വരിക. നമ്മൾ ആ ഒരു എൻട്രൻസിൻ്റെ ഭാഗത്തോട്ടാണ് പോകുന്നത്. അതായത് ഇതിന് 2 സൈഡിലും എൻട്രൻസ് ഉണ്ട്. അപ്പോൾ റോഡ് വഴി വരുന്നവർ ഈ ഗേറ്റിൻ്റെ അവിടെ വന്നിട്ടായിരിക്കും നിർത്തുക. ആൻഡ് അവർക്ക് അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാം. ഇവിടെയും ഒരു എൻട്രൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതുവരെയും പോയി നോക്കി. ഇവിടെയൊന്നും അങ്ങനെ ആരും ഇല്ല. മാത്രമല്ല നമുക്ക് ഇടയിലിടയിൽ ഇരിക്കാൻ വേണ്ടി കുറേ ബെഞ്ചുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, കുറേ ഡസ്റ്റ്ബിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ഏറ്റവും ടോപ്പിലൊരു കടയുണ്ട് കേട്ടോ. അതേ ആ സൈഡിൽ കാണുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്തെങ്ങാണ്ടായിട്ട് ഒരു കടയുണ്ട്. ആ കടയിൽ നമുക്ക് നോർമൽ പോപ്കോൺ കാര്യങ്ങൾ, അങ്ങനത്തെ വേണ്ട ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ പാലക്കയം തട്ടിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾ ആരെങ്കിലും പാലക്കയം തട്ട് പോയിട്ടില്ല, നിങ്ങൾ കണ്ണൂർ പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്രകൃതിയൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് പാലക്കയം തട്ട്. നമുക്ക് എല്ലാ ക്ഷീണവും ടോപ്പിലെത്തുമ്പോൾ അങ്ങ് മാറും. ആൻഡ് കോടയുള്ള സമയത്തൊക്കെ പോയാൽ പിന്നെ ഒരു രക്ഷയില്ല. ഞങ്ങൾ കണ്ടതുപോലെ നല്ല അടിപൊളി വ്യൂ കാണാൻ പറ്റുമേ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത ഡെസ്റ്റിനേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇവിടെയൊക്കെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറേ കൊക്കോ പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. കൊക്കോ മാത്രമല്ല, ഇടയിൽ കാപ്പി കണ്ടു, പിന്നെ കുറേ റബ്ബർ ഉണ്ട്, അങ്ങനെ കുറേ പ്ലാന്റേഷൻസ് ഇവിടെ ഉണ്ട്. ഞങ്ങൾ ആ മുകളിലോട്ട് കയറുമ്പോൾ ശക്തമായിട്ടൊരു മഴ പെയ്തു എന്നല്ലാതെ പിന്നെ നമുക്ക് തിരിച്ചു പോകുന്ന സമയത്തൊന്നും അങ്ങനെ ഗംഭീര മഴയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ക്ലൈമറ്റ് ഭയങ്കര രസമായിരുന്നു. ആൻഡ് ആ ഒരു മഴ പെയ്തു എന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും ഒരു അനുഗ്രഹം പോലെയായിരുന്നു. ആ കോടയൊക്കെ ഇറങ്ങി ആ ഒരു വ്യൂ ഒക്കെ കാണാൻ പറ്റിയല്ലോ. അങ്ങനെ ടോട്ടൽ ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആ മഴയിൽ.
ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകുന്നതിന് മുന്നേ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് രാഘവേട്ടൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഹോട്ടലിൽ കയറി. ഞങ്ങൾ പൊറോട്ടയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ മൈ ഹസ്ബൻഡ് ചോറാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പുള്ളിക്ക് ചോറില്ലാതെ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ അത്ര വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഓക്കെ കഴിച്ചിട്ട് പോവാം. ഇതിപ്പോൾ കഴിക്കേണ്ട സമയമാണല്ലോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കഴിക്കാൻ പോയത്. പോകുന്ന വഴിക്ക് ഇതുപോലെ ചെറിയ ചെറിയ അരുവികളൊക്കെ കാണാനുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ അടുത്തതായിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലോട്ടാണ് കേട്ടോ. ഇവിടെയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജീപ്പിൽ പോകാം, അല്ല നടന്നു കയറാൻ താല്പര്യമുള്ളവർക്ക് നടന്നും കയറാം. രണ്ട് രീതിയിലും പോവാം. അപ്പം നമ്മൾ എന്തായാലും നടന്നു കയറാൻ തന്നെ തീരുമാനിച്ചു. ആൻഡ് കാർ പാർക്കിംഗ് കുറച്ച് മുകളിലായിരുന്നു. അങ്ങനെ നമ്മൾ 4 ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളുടെ യാത്ര ആരംഭിക്കുകയാണ്. ദേ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു തുടക്കം ഉണ്ടല്ലോ, അങ്ങോട്ടേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഇവിടുന്ന് കാണുമ്പോൾ ഓക്കെ കുറച്ച് ദൂരെ ഉണ്ടാവുള്ളൂ എന്ന് കരുതുമെങ്കിലും അങ്ങോട്ടേക്ക് നടന്ന് നടന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതിനൊരു അവസാനമില്ലേ, ഇത് എവിടെയാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ തുടക്കം എന്നുള്ള ഒരു ലെവലിലോട്ട് നമ്മൾ എത്തിയത്. പാലക്കയം തട്ടൊന്നും ഒന്നുമല്ല, ഇതാണ് ശരിക്കും അത്രയും നമുക്ക് കഠിനമായിട്ടുള്ള ഒരു യാത്ര എന്നുള്ളത് നടന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. എന്താ പറയുക, ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ശരിക്കും ഇഷ്ടപ്പെടുന്നവർക്ക് സൂപ്പറാണ്. ആൻഡ് അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. ഇതാണ് നമ്മളുടെ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടെ വെച്ചിട്ട് പിന്നെ ഇവിടെ നമുക്ക് അങ്ങോട്ട് മുകളിലോട്ടൊന്നും കയറാൻ പറ്റില്ല. ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇറങ്ങി കുളിക്കേണ്ടവർക്ക് കുളിക്കാം. ഞങ്ങൾ പിന്നെ അതൊന്നും ചെയ്തില്ല. മാത്രമല്ല ഇവിടെ എത്താൻ വേണ്ടി ഞങ്ങൾ കുറച്ചധികം കഷ്ടപ്പെട്ടു. കുറേ സ്ഥലത്തൊക്കെ ഇരുന്നു കേട്ടോ. ഞങ്ങൾ കഴിച്ച പൊറോട്ടയും ബീഫൊക്കെ ദഹിച്ച വഴി അറിഞ്ഞില്ല, അമ്മാതിരി കയറ്റമായിരുന്നു. രാഘവേട്ടനും ചാർലിക്കൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം അവർ പട്ടാളക്കാരാണല്ലോ. ഇതൊക്കെ എന്തെന്നും പറഞ്ഞുകൊണ്ട് അവർ ചാടി ഓടി കയറുന്നുണ്ടായിരുന്നു. ഞാനും രാഘവേട്ടൻ്റെ വൈഫാണ് അയ്യോ നാദാ കുടുങ്ങി എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുന്നുണ്ടായിരുന്നത്. ജസ്റ്റ് ഫണ്ണായിട്ട് പറഞ്ഞു കേട്ടോ. ശരിക്കും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തൊരു സ്ഥലമാണ്. നമ്മൾ ഇത്രയും ദൂരം വന്ന എല്ലാ ക്ഷീണവും ഇതിൻ്റെ മുകളിൽ എത്തുമ്പോൾ ശരിക്കും നമ്മളങ്ങ് റിലാക്സ്ഡ് ആയി പോകും. മൈൻഡൊക്കെ ഒന്ന് കാം ആയിക്കോളും. അപ്പോൾ നല്ലൊരു ഇതാണ് കേട്ടോ. നല്ല രസമാണ്. നമുക്കിതൊക്കെ കുറേ നേരം നോക്കിയിരിക്കാനൊക്കെ ഒരു നല്ലൊരു വൈബാണ്. ഇവിടെ ഞാൻ ആകെ കണ്ടൊരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മൾ താഴത്തുനിന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും കിട്ടത്തില്ല. അത് നമ്മൾ കൈ കരുതുകയാണെങ്കിൽ ഓക്കെ, അല്ലാതെ നമുക്ക് ഇടയിൽ ഒരു ഇത്തിരി വെള്ളം കുടിക്കാൻ എവിടെയെങ്കിലും വെള്ളം കിട്ടുക അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഒന്നും ഇല്ല കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രോബാക്ക് ആയിട്ട് തോന്നിപ്പോയി. അല്ല, അവരെ തെറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം ഇതുപോലൊരു കുന്നും പുറത്ത് ഓരോ ഷോപ്പ് കൊണ്ട് വെക്കുക എന്ന് പറയുന്നത് ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുപോലെ കുന്നാണ്. എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു. നമുക്ക് ഒരിക്കലും ഒരു നഷ്ടമായി അയ്യേ ഇവിടെ വരണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ഈ സമയം നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യായിരുന്നോ, അങ്ങനെ ഒരു മിനി സെക്കൻഡ് പോലും നമുക്ക് തോന്നത്തില്ല. അത്രയും അടിപൊളിയായിരുന്നു. ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ശരിക്കും ഇഷ്ടപ്പെടും. അതാണ് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങൾ ആരെങ്കിലും ഇവിടെ പോവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോകാൻ ചാൻസ് കിട്ടുകയാണെങ്കിൽ ഒന്ന് പോയി നോക്കുക. ആൻഡ് പോയവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തത് പോയിട്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ താഴത്തുനിന്ന് കണ്ട വെള്ളച്ചാട്ടല്ലേ, അതിൻ്റെ ഒറിജിൻ ഒന്നും പറയാൻ പറ്റത്തില്ല. അതിൻ്റെ ആ ഒരു പോയിന്റാണ് ഇത്. ഇത് കാണാനാണ് നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ടേക്ക് കയറി വരുന്നത്. അങ്ങനെ നമ്മളൊരു 6 മണി 6:15 ആയപ്പോൾ അവിടുന്ന് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. ഇനി വീട്ടിൽ പോയിട്ട് നമുക്ക് വേറെ സ്ഥലത്തോട്ട് പോകാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അധിക നേരം അവിടെ സ്പെൻഡ് ചെയ്യാതെ വേഗം തിരിച്ച് പോകുന്നത്. ആൻഡ് അതെവിടെ പോയതെന്നൊക്കെ നമ്മൾ ഇതിന് മുന്നേ ഇട്ടിട്ടുള്ള ആ ലെങ്തി വീഡിയോ അല്ലേ, അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അത് പിന്നെ ഞാൻ ഇതിലും കൂടെ ഇട്ടിട്ട് വെറുതെ ചടപ്പിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. ശരിക്കും ക്ലൈമറ്റ് എന്താ പറയുക, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ചെറിയൊരു ചാറലും ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വെയിലുണ്ടായിരുന്നു. വെയിലെന്ന് പറയാൻ പറ്റത്തില്ല, നമ്മളെ സൺസെറ്റിൻ്റെ ആ ഒരു ടൈം ആകുമ്പോൾ ആ ഒരു വെയിലുണ്ടല്ലോ, ആ ഒരു വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ആകാശത്ത് ആരുണ്ടായിരുന്നു, മഴവില്ലുണ്ടായിരുന്നു കേട്ടോ. പൊതുവേ എനിക്ക് റെയിൻബോ ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ഭംഗിയല്ലേ. അപ്പോൾ കുറേ നേരം റെയിൻബോ ഒക്കെ കണ്ട് നമ്മൾ ആ ഒരു കാറ്റൊക്കെ കൊണ്ട് അങ്ങനെ പതുക്കെ നമ്മൾ നമ്മുടെ യാത്ര അങ്ങോട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ കണ്ണൂർ വിശേഷങ്ങൾ. ആക്ച്വലി ഞാനിത് 2 വീഡിയോ ആയിട്ട് ഇടണമെന്നൊന്നും കരുതില്ല. അതിന് മാത്രമുള്ള കണ്ടന്റും ഇല്ല. എന്നാൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബോറായി പോകും. അതുകൊണ്ടാണ് നമ്മൾ 2 ആക്കിയിട്ടത്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവരോടും ഒരുപാട് നന്ദി. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ടിൽ ദെൻ ബൈ.